കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് CPM നേതാക്കളും സൈബർ ടീമുകളും രംഗത്ത് വന്നത്. അന്ന് വലിയ ഒരു പ്രതിഷേധം കേരളത്തിലെ പല ജില്ലകളിലടക്കം അരങ്ങേറി. കോൺഗ്രസിന്റെ ഓഫീസുകൾക്ക് നേരെ അല്ലെങ്കിൽ KPCC ഓഫീസുകൾക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള പോലീസിന്റെ ഒരു സന്നാഹവും ഒരു സുരക്ഷയുമൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും സ്പീക്കർ ഷംസീർ ആണോ തയ്യാറാക്കിയത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മൊഴിയും നൽകരുത് എന്നാണ് പാർട്ടിയുടെ ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ ജോർജ് റെയിൽവേ പോലീസിന് നൽകിയ മൊഴിയിലാണ് പറയുന്നത്, എന്നെ KSU പ്രവർത്തകർ മാരകമായ ആയുധങ്ങൾ ഒന്നും കൊണ്ട് എന്നെ ആക്രമിച്ചില്ല. പ്രതിഷേധം നടന്ന സമയത്ത് പെട്ടെന്ന് കഴുത്തൊന്ന് തിരിച്ച സമയത്ത് ഒരു ഉളുക്ക് വീണു, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ എന്നെ വധിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായി മൊഴി റെയിൽവേ പോലീസിന് മുമ്പാകെ മന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുകയാണ്. അതായത് പ്രതിഷേധത്തിനിടയിൽ ഉന്തിലും തള്ളിലുമാണ് പരിക്കേറ്റതെന്നാണ് മന്ത്രി സത്യസന്ധമായി ഒരു വരിയിലൂടെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി കണ്ണൂരിലെ CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കൂടാതെ ഇനി മന്ത്രി പോയിട്ട് MLA പോലും ആകാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ടാകണം ഇനി UDF എങ്ങാനോ അധികാരത്തിൽ വന്നാൽ വീണ ജോർജിന്റെ കാര്യം കഷ്ടകാലമായിരിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം സത്യസന്ധമായി മൊഴി നൽകി ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് വീണ ജോർജ് ഇപ്പോൾ സത്യസന്ധമായി തന്നെ ആദ്യമായിട്ട് സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. വധശ്രമ വകുപ്പായ 307 ഒഴിവാക്കി കേസ് വെറും പെറ്റി കേസായി മാറുന്നതോടെ 5 വിദ്യാർത്ഥി നേതാക്കളെ ദിവസങ്ങളോളം അഴിക്കുള്ളിലാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. സംഭവം നടന്ന ഉടൻ KSU പ്രവർത്തകർ മന്ത്രിയെ വധിക്കാൻ പദ്ധതി ഒരുക്കിയെന്നും കൊല്ലട എന്ന് ആക്രോശിച്ച് കഴുത്തിന് പിടിച്ചു എന്നൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ട് MV ജയരാജൻ അടക്കമുള്ള CPM നേതാക്കൾ അന്ന് രംഗത്ത് വന്നത്. എന്നാൽ അവർക്കൊന്നും ഇപ്പോൾ ഒരു മറുപടിയുമില്ലാതെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. നേതാക്കൾ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് മന്ത്രി തന്നെ മൊഴി നൽകിയതോടെ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം അങ്കലാപ്പിലായി. രാഷ്ട്രീയ പകപോക്കലിനായി ഒരുക്കിയ തിരക്കഥ മന്ത്രി തന്നെ തിരുത്തി എഴുതിയത് CPMന് കനത്ത തിരിച്ചടി മാത്രമല്ല നാണക്കേടും ഉണ്ടായിരിക്കുകയാണ്. കേസ് ഇനി റെയിൽവേ പോലീസ് കോടതിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ കേസ് കോടതി പരിഗണിക്കുമ്പോൾ നിസാര കേസിന് പകരം വധശ്രമമൊക്കെ ചുമത്തിയതിൽ പോലീസ് വ്യക്തമായ ഒരു മറുപടി നൽകേണ്ടി വരും. കാരണം ഓരോ വകുപ്പുകളും ഇരിക്കുന്നത് ചുമ്മാ ഓരോ ആളുടെ മണ്ടയിൽ വെച്ചു കൊടുക്കാനുള്ളതല്ല വകുപ്പ് എന്ന് കോടതി പല പ്രാവശ്യം കേരള പോലീസിനോട് ഓർമ്മിപ്പിച്ചതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട്. സ്പീക്കർ AN ഷംസീറിന്റെ തട്ടകമായ കണ്ണൂരിൽ വെച്ച് ഇത്തരമൊരു ഗൂഢാലോചന നടന്നത് സ്പീക്കറുടെ അറിവോടെയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പോലീസിനെ കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചേർക്കാനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ ജയിലിലടയ്ക്കാനും ഉന്നതതല ഇടപെടൽ നടന്നതായാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അത് അന്ന് റെയിൽവേ പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം പ്രതിഷേധക്കാരും ആരോഗ്യമന്ത്രിയും തമ്മിൽ നിൽക്കുന്ന അകലം അതെല്ലാം കൃത്യമായി തന്നെ റെയിൽവേ പോലീസ് പറഞ്ഞതാണ്. അവരാരും തന്നെ കരിങ്കൊടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അവരുടെ ആ കയ്യിൽ നിന്ന് മാരകമായ ഒരു ആയുധങ്ങളും ഇല്ലായിരുന്നുവെന്ന് എല്ലാ ആംഗിളിലും ഉള്ള CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതാണെന്ന് റെയിൽവേ പോലീസും പ്രൊട്ടക്ഷൻ ഫോഴ്സും അടക്കം പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ആ ദൃശ്യങ്ങളെല്ലാം മറച്ചു പിടിച്ചാണ് പോലീസ് ഈ നാടകം കളിച്ചത്. മന്ത്രിക്ക് പോലും ഇല്ലാത്ത പരാതി പടച്ചുണ്ടാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അതായത് മന്ത്രിയുടെ ഗൺമാൻ ഇപ്പോൾ ഗുരുതരമായ കുരുക്കിലാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം എന്നതാണ് ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒന്നടക്കം പറഞ്ഞത്. ഒരു മന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലിരുന്ന് കള്ളപ്പരാതി നൽകി ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു വകുപ്പ് തല നടപടി എടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഭരണമാറ്റമുണ്ടായാൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ വരുമെന്ന് ഉറപ്പാണ്. പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. വധശ്രമ കേസെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് തങ്ങളെ ജയിലിൽ അടയ്ക്കുകയും വീടുകൾക്ക് നേരെ ബോംബേറ് നടത്തിയതിനുമെതിരെ KSU ഇപ്പോൾ കനത്ത ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ആ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ സ്പീക്കർ AN ഷംസീറും ഉണ്ടായിരുന്നു. കഴുത്തുവേദനയെന്ന് മന്ത്രി പറഞ്ഞത് സ്പീക്കർ പറഞ്ഞിട്ടാണെന്ന് ആരോപണവും ഉയർന്നിരുന്നു. അതെല്ലാം വീണ്ടും ഒരു ചർച്ചാ വിഷയമാകും. ഒരു ഗവൺമെന്റ് എഴുതി നൽകിയ തിരക്കഥയിൽ പോലീസ് കെട്ടിപ്പൊക്കിയ വധശ്രമം ഒടുവിൽ സർക്കാരിന് തന്നെ തലവേദനയായി മാറുകയാണ്. അധികാരത്തിന്റെ തണലിൽ കള്ളമൊഴി നൽകിയ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.